തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. അകാരണമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അതിന്റെ ബാധ്യത തീർക്കാനായി അകാരണമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് DCC ജനറൽ സെക്രട്ടറി E. വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിക്ഷിപ്ത താൽപര്യത്തിനു വേണ്ടി അവരുടെ സാമ്പത്തിക സ്രോതസ് ഉയർത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കൊടും ചതിയുടെ വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് സാധാരണക്കാരുടെ മേലിൽ ഇത്ര വലിയ ഒരു ഭാരം ഇവിടെ വന്ന് ചേരാനുണ്ടായിട്ടുള്ള കാരണം. സ്വാഭാവികമായി വന്നതല്ല ഇത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ, ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുത മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചുരുങ്ങിയ നിലയ്ക്ക് വൈദ്യുതി കിട്ടുവാൻ വേണ്ടി നിയമാനുസൃതമായി ഉണ്ടാക്കി വച്ചിട്ടുള്ള കരാർ ഈ ഗവൺമെൻറ് റദ്ദാക്കി അന്നുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ 4 ഇരട്ടി കൂടുതൽ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കോടിക്കണക്കിന് രൂപയാണ് ആ കരാർ കരാർ റദ്ദാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ആ നഷ്ടം മുഴുവൻ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിനെതിരായി പ്രതിഷേധിക്കുന്ന ഒരു ഉത്തരവാദിത്വം പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനും UDFനും ഉണ്ട്. ആ കടമയാണ് ഇവർ നിർവഹിക്കുന്നത്. ഈ പരിപാടിയുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ കോൺഗ്രസിനും UDFനും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PM മനീഷ് അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സർക്കാർ എങ്ങോട്ടാണോ പോകുന്നത്, കേന്ദ്രത്തിന്റെ നയങ്ങൾ എന്താണോ ആ നയങ്ങളിലൂടെ കേരളത്തിന്റെ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇതുപോലെയുള്ള ബോർഡുകളെയും എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഇവിടെ കുത്തകകൾക്ക് വേണ്ടി, ഇതുപോലെ അദാനി കമ്പനികൾക്ക് വേണ്ടി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിണറായി ഗവൺമെന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. കഴിഞ്ഞില്ല, ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നമ്മളാണ് ഈ വൈദ്യുതി ചാർജ് കൂട്ടാൻ ഈ സർക്കാരിന് ഊർജം നൽകിയത് ചേലക്കരയിലെ നമ്മളാണ്. എന്താണ് ചെയ്തത്? ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും വ്യവസായി പ്രമുഖന്മാർക്ക് 282 കോടി രൂപയുടെ വൈദ്യുതി ബില്ലുകൾ വിട്ടുകൊടുത്തു ഈ സർക്കാർ. ആ വിട്ടുകൊടുത്ത അതേ സർക്കാർ തന്നെ ഇവിടെ വൈദ്യുതി ചാർജ് കൂട്ടുക മാത്രമല്ല, ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും കൂട്ടും. ഈ കൂട്ടിയ സംഖ്യയുടെ സെസ്സും അടുത്ത മാസത്തെയോ പിന്നത്തെ മാസത്തെയോ ബില്ലിൽ ഉൾപ്പെടുത്താൻ ഈ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഇടതുപക്ഷ സർക്കാർ ഇവൻ പാവപ്പെട്ടവന്റെ സർക്കാരാണോ? കഴിഞ്ഞില്ല. നമുക്കറിയാം, ഇവിടെ കാർഷിക മേഖലയും വൈദ്യുതി ബോർഡും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം കൃഷിക്കാരാ. വ്യത്യസ്തമായ കൃഷി ചെയ്യുന്ന കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വൈദ്യുതി ഭവനുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കെല്ലാം കൊടുക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങളുണ്ട്. കഴിഞ്ഞ 9 മാസക്കാലമായി കഴിഞ്ഞ വർഷം വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ പോലും പണം കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് കേരളത്തിൽ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കൃഷി ഓഫീസും വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടെല്ലാം കെട്ടി നിൽക്കുന്നത്. കഴിഞ്ഞോ എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖല,
അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുകയാണ് കേരളത്തിൽ ആകമാനം അപകടങ്ങളുടെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ശിവൻ വീട്ടിക്കുന്ന്, ടി ഗോപാലകൃഷ്ണൻ, ടി എ രാധാകൃഷ്ണൻ, താര ഉണ്ണികൃഷ്ണൻ, ടി എ കേശവൻകുട്ടി തുടങ്ങി നിരവധി നേതാക്കൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. കേരളത്തിലാകമാനം എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ചാണ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഈ ഗവൺമെൻറ് എല്ലാ തലത്തിലും അവരെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ മൃഗീയമായി ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ടവൻ്റെ സർക്കാർ, കർഷക തൊഴിലാളികളുടെ പേര് പറഞ്ഞ് ഒക്കെ അധികാരത്തിൽ കയറിയ ഈ പിണറായി ഗവൺമെൻറ്റിന് സമസ്ത വിഭാഗങ്ങളിലെയും ദ്രോഹിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. CCV ന്യൂസ്, ചേലക്കര.